അഡോബി ഫോട്ടോഷോപ്പിലെ തേർഡ് ചാപ്റ്ററായ ലേയേഴ്സിലെ ഫസ്റ്റ് ടോപ്പിക് യൂസേജ് ഓഫ് ലേയേഴ്സ്. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലേയേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ്. നമ്മൾ ടൂൾസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ലേയേഴ്സ് യൂസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ എന്താണ് ലേയേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ലേയേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ പുതിയൊരു ലെയർ ഉണ്ടാക്കാം, ലേയേഴ്സ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ പഴയ ഉണ്ടാക്കി വെച്ച ടെംപ്ലേറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ലേയേഴ്സിൻ്റെ ആ ഒരു വിൻഡോ അല്ലെങ്കിൽ ആ ഒരു പാനൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിവിടെ നമ്മുടെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ലെയർ ആക്റ്റീവ് ആകുന്നത്. ഇനി ഇൻ കേസ് ഇതിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഈ വിൻഡോ എന്നുള്ള മെനുവിൽ കയറിയിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിൻഡോയിൽ അതായത് ഏതെങ്കിലും ഒരു പാനലോ വിൻഡോയോ കാണാനില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വിൻഡോസിൽ വരിക, അതേതാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക, അപ്പോൾ അതവിടെ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് ലേയേഴ്സ് ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ലെയറിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F7 ആണ്. ആ F7 കീബോർഡിൽ പ്രസ് ചെയ്താലും മതി. അപ്പോൾ തിരിച്ച് ഈ ലെയറിൻ്റെ ആ പാനൽ അല്ലെങ്കിൽ വിൻഡോ അവിടെ വന്നു. നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിലുണ്ടായിരിക്കുന്ന കണ്ടൻറ്റ് ഒരു ലെയർ ആയിട്ടായിരിക്കും കിടക്കുക. അത് ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിരിക്കും. അതാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് എഴുതിയേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോക്ക്ഡ് ലെയർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുത്തേണ്ട ചേഞ്ചസ്, ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കതൊന്നും ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിപ്പോൾ നമ്മൾ വേറൊരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിപ്പോൾ പുതിയൊരു ഇമേജ് ഓപ്പൺ ആയിട്ട് വന്നതാണ്. ആ ഒരു ഇതിലും നമ്മുടെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡ് ആയിരിക്കും. നമുക്കിതിൻ്റെ ഇമേജ് സൈസ് ഒന്ന് കുറയ്ക്കാം. ഇവിടെ വന്നിട്ട് വളരെ ഹൈ സൈസിലാണ് കിടക്കുന്നത്, നമുക്ക് ഇത്രയും വേണ്ട. ഒരു ഇതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്തിട്ട് 1980 കൊടുക്കാം. ചെറുതായി നമുക്കിത് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് സ്ക്രോൾ ചെയ്യാണ്, സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ കിടക്കണുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു കണ്ണിൻ്റെ ഐക്കൺ ഉണ്ട്. ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെയർ വിസിബിൾ ആക്കാനും ഇൻവിസിബിൾ ആക്കാനുമാണ്. അതായത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല, കാരണം ഇത് ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ്, അത് ലോക്ക്ഡ് ആണ്. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഈ ലോക്കിൻ്റെ മുകളിൽ വരിക, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ അൺലോക്കായി. ഇപ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ അല്ല, അൺലോക്ക്ഡ് ആയിട്ടുള്ള ഒരു നോർമൽ ലെയർ ആണ്. അപ്പോൾ ഇവിടെ ഈ മുകളിൽ കിടന്ന ഇത്രയും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ വിസിബിൾ ആയിട്ട് വന്നത് നിങ്ങൾ കണ്ടോ. ഇപ്പോൾ നമുക്കിതൊക്കെ യൂസ് ചെയ്യാം. നേരത്തെ അവസ്ഥയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കൺട്രോൾ സെറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് പഴയ പോലെയായി. കണ്ടോ, ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇതിലൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അതേസമയം നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെയർ 0 എന്നുള്ള പേര് വരികയും ചെയ്തു, ഇതൊക്കെ ആക്റ്റീവ് ആവുകയും ചെയ്തു. ഇനി നമ്മൾ ഈ കണ്ണിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ അവിടെ ഉണ്ടായിരുന്നത് ഇൻവിസിബിളായി. ഇപ്പം അത് കാണാനായിട്ട് പറ്റില്ല, നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നും വരയ്ക്കാനും പറ്റില്ല. ബ്രഷ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഒന്നും വരയ്ക്കാനായിട്ട് പറ്റില്ല, കാരണം യു കുഡ് നോട്ട് യൂസ് ദ ബ്രഷ് ടൂൾ ബിക്കോസ് ദി ടാർഗറ്റ് ലെയർ ഈസ് ഹിഡൻ. അതായത് ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ലെയറിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തിരിച്ച് നമ്മളിത് വിസിബിൾ ആക്കിയതിന് ശേഷമാണ് വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അതവിടെ വരും. കൺട്രോൾ സെറ്റ് അടിച്ചു. അപ്പോൾ അതിനാണ് വിസിബിലിറ്റി യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് പല ആവശ്യങ്ങളിലും വിസിബിലിറ്റി ഓഫ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ഇത്രയും പോർഷൻ കട്ട് ചെയ്തിട്ട് കൺട്രോൾ C ഞെക്കുകയാണ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ V ഞെക്കുകയാണ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം അത് ന്യൂ ഒരു ലെയറിലാണ് പേസ്റ്റ് ചെയ്ത്. നമ്മൾ എന്തൊരു സാധനവും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അത് വരുന്നത് പുതിയൊരു ലെയറിലായിരിക്കും. അതായത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടൻറ്റും ഓരോ ലെയറിലായിട്ടായിരിക്കും വരിക. ടൂൾസ് പഠിച്ചപ്പോൾ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പറിൽ ഡിഫറെൻറ്റ് പാർട്ടോ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് വരച്ചിട്ട് അത് ഒരുമിച്ച് വയ്ക്കണ പോലെയാണ് ഈ ലെയർ വർക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ഇത് ഇൻവിസിബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ആ ഒരു പോർഷൻ, സെലക്ട് ചെയ്ത ആ ഒരു പോർഷൻ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണ്ടി വരില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അതിൻ്റെ മെയിൻ കംപ്ലീറ്റ് ഇമേജ് വേണ്ടി വരില്ല. പക്ഷെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ
ഇത് നേരെ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് കാണാനും സാധിക്കില്ല, അതേസമയം ഇത് ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ ഇപ്പുറത്തെ പോർഷൻ കൂടെ വേണമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഞാനിപ്പോൾ കൺട്രോൾ ജെ ആണ് ഞെക്കുന്നത്, അതായത് ഈ സെലക്ട് ചെയ്ത സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. അതായത് കൺട്രോൾ സി കൺട്രോൾ വി കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒറ്റയടിക്ക് കൺട്രോൾ ജെ ഞെക്കി കഴിഞ്ഞാൽ ഈ സാധനം നെക്സ്റ്റ് ലെയറിലേക്ക് വരും. ഞാൻ കൺട്രോൾ ജെ ഞെക്കുകയാണ്, കണ്ടോ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. സെലക്ട് ചെയ്ത പോർഷൻ, അതായത് ഒരു ലെയറിൽ നിന്ന് സെലക്ട് ചെയ്ത പോർഷൻ ഓട്ടോമാറ്റിക്കലി മറ്റൊരു ലെയറിലേക്ക് കോപ്പി ആവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാനത് ഹൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടോ 2 പോർഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, രണ്ടും സെപ്പറേറ്റ് ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ലെയറും ഹൈഡ് ചെയ്യാം, കണ്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമതൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു സാധനം കോപ്പി ചെയ്യണം എന്ന് വന്നപ്പോൾ നമ്മൾ ഈ ലെയർ കളയാത്തതുകൊണ്ട് നമുക്കത് എളുപ്പമായിട്ട് അവിടെ വന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. മാത്രമല്ല നമുക്കിപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ബ്രഷ് വെച്ച് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരവസ്ഥയിലും നമുക്കിത് വേണമെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത്, ഇപ്പോൾ ഇതിൻ്റെ ബോർഡർ എവിടെയാണെന്ന് അറിയില്ലല്ലോ, നമുക്കിത് ഹൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡർ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം.